ശശി തരൂർ താമരയ്ക്കൊപ്പം. ഇനി അങ്ങനെയാണ് ചില ആളുകൾ പറയാൻ പോകുന്നത്. കാരണം ശശി തരൂർ പോയിട്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ്. ശശി തരൂർ കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് ചിലരുടെയൊക്കെ സമാധാനത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തെ തരൂർ കാണുന്നത് ഏത് രീതിയിലാണ്? ലോകം കണ്ട ഒരാളാണ് തരൂര്, വിവരമുള്ള ഒരാളാണ്, വിശ്വപൗരനാണ്, വിവരമുള്ള ഒരാളാണ് തരൂർ എന്ന് നമുക്കറിയാം. അപ്പം തരൂരിൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്നത് എന്താണ് എന്നാണ് യഥാർത്ഥത്തിൽ തരൂർ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ പപ്പുമോനും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം UN-ന്റെ മുൻ നയതന്ത്ര പ്രതിനിധിയൊക്കെ ആയിരുന്നു തരൂര്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയം അതുപോലുള്ള പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് തരൂര്. അപ്പം മോദിയും അതോടൊപ്പം തന്നെ ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് ശശി തരൂരിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദി ട്രംപിനെ സന്ദർശിക്കുന്ന വേളയിൽ തന്നെ ആദ്യമായിട്ട് സന്ദർശനം ലഭിച്ച ട്രംപുമായിട്ട് അധികാരമേറ്റതിന് ശേഷം സന്ദർശനം ലഭിച്ച ഒരു ലോക നേതാവാണ് മോദി, അതൊരു വലിയ നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ തിരിച്ചിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ത്യക്കാർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മോഡി തിരികെ വരുന്നത്. ഇവർ രണ്ടുപേരുടെയും കൂടിക്കാഴ്ച വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ പ്രതീക്ഷകളും നേട്ടങ്ങളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് തരൂര് പറഞ്ഞിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശശി തരൂരിൻ്റെ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. സംഘിയാകുമോ ശശി തരൂർ, BJP-യിലേക്ക് ചുവട് മാറ്റുമോ ശശി തരൂർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. നമുക്ക് നോക്ക്, അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ഒരു വിമർശനമാണ് കോൺഗ്രസ്, കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. കാരണം US എന്ന് പറയുന്നത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളോടും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ടാരിഫിൻ്റെ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ. ആ ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ബന്ധത്തെ, ഇന്ത്യയുമായുള്ള ബന്ധത്തെ കുറച്ചും കൂടി ഊഷ്മളപ്പെടുത്താൻ വേണ്ടിയിട്ട് മോദിയുടെ ഈ സന്ദർശനത്തിന് സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയമില്ല. കാരണം ആദ്യം ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഊഷ്മളത ആദ്യത്തെ ഭരണകാലത്ത്, ട്രംപിൻ്റെ ഭരണകാലത്ത് നമുക്കറിയാലോ, ഹൗഡി മോഡി പോലുള്ള ഒരുപാട് പരിപാടികളിലൂടെയൊക്കെ അത് ലോകത്തിന് വിളിച്ചോതിയതാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം സുദീർഘമായിട്ട് ഉറപ്പിച്ചത് അത്തരം പരിപാടികളിലൂടെയാണ്. അതിനെ വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മോദിക്ക് ഇതിവിടെ സാധിച്ചു, ട്രംപിനും സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ US ഓഫീസിൽ ഒരു സന്ദർശക ബുക്കിൽ അഭിപ്രായം കുറിക്കുവാൻ വേണ്ടിയിട്ട് മോഡി കസേരയിൽ ഇരിക്കുമ്പം ആ കസേര വലിച്ചു മാറ്റുന്നതും മോഡിക്ക് വേണ്ടിയിട്ട് കസേര ഇട്ട് കൊടുക്കുന്നതും പിന്നീട് മോഡി എഴുന്നേൽക്കുമ്പം കസേര ശ്രദ്ധയോടുകൂടി പിടിച്ചിട്ട് അദ്ദേഹത്തിന് എഴുന്നേൽക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ പിടിക്കുന്ന ആ ട്രംപിന്റെ ചിത്രങ്ങളൊക്കെ, ആ വീഡിയോകളൊക്കെ ഇപ്പം വലിയ രീതിയിൽ വൈറലാണ്. അത് തിരിഞ്ഞാണ് വന്നത് ഗൗതം പറയുന്നത്. മോദി ഇരിക്കാൻ പോയപ്പോ കസേരയിൽ നിന്ന് വലിച്ചു തള്ളി താഴെ ഇട്ട് ട്രംപ് എന്നാ. അപ്പൊ അത്തരത്തിലുള്ള പല രീതിയിലുള്ള വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ ട്രംപ് മോദിക്ക് ഒരു ബുക്ക് പോലും സമ്മാനിക്കുകയൊക്കെ ഉണ്ടായി, അവർ ജേണി ടുഗദർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അതൊരു ഫോട്ടോ ബുക്കായിരുന്നു. മോദിയും ട്രംപും തമ്മിലുള്ള പല ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കൊക്കെയാണ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ബന്ധം അങ്ങനെ അതിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ബന്ധം നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്ന് ട്രംപും ഉറപ്പിച്ചു, മോദിയും ഉറപ്പിച്ചു. പക്ഷേ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യമുണ്ട്, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ താല്പര്യമുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു പക്ഷേ അതൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരിയും ശ്രമിക്കില്ല. അവനവന്റെ രാജ്യത്തിന്റെ സുരക്ഷയില്ല, അവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും സുരക്ഷയുമാണ് എല്ലാ രാജ്യങ്ങൾക്കും പ്രാധാന്യം. അതിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുള്ളത് ഇന്ത്യയും തെളിയിക്കുന്നുണ്ട്, അമേരിക്കയും തെളിയിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു രാജ്യ താല്പര്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അത് മോദിക്കും അനുകൂലിക്കാൻ പറ്റില്ല, യഥാർത്ഥത്തിൽ ട്രംപിനും അനുകൂലിക്കാൻ പറ്റില്ല. പിന്നെ ഒരു അനാവശ്യ വിമർശനം ഈ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി ഇവർ തമ്മിലുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മോദി ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ലോക നേതാക്കളും ഇത്തരത്തിലുള്ള ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വായിൽ വരുന്നത് കൊതക്ക് പാട്ട് എന്ന് പറഞ്ഞ രീതിയിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു കരുതൽ എന്ന നിലയിൽ ടെലിപ്രോംപ്റ്റർ സൈഡിൽ വെക്കുക എന്നുള്ളത്, അതും ഇത്രയും വലിയ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പരിപാടിയിൽ ഇപ്പൊ അത്തരം ഒരു ടെലിപ്രോംപ്റ്റർ വെക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതില്ലാത്തതാണ് രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും നാക്കുപിഴ ഉണ്ടാകുന്നതും രാജ്യത്തിനെതിരെ പോരാടണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്.
മര്യാദയ്ക്ക് എഴുതി വെച്ച് വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇത്രയും നാണം കെടുത്തേണ്ടി വരില്ലായിരുന്നു, നാണം കെടേണ്ടിയും വരില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ നേരത്തെ ഉപയോഗിച്ച വാക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും തോന്നുന്നത് വായിലേക്ക് വിളിച്ച് പറയുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി പിന്തുടരുന്നത്. രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം അടുപ്പ് കൂട്ടി ചർച്ചയിൽ സുഡാപ്പി ചാനലിലൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് കേട്ടു. മോദി എന്തോ ടെലിപ്രോംപ്റ്റർ ആണ് യൂസ് ചെയ്തത്, ലോകത്തിൽ ഇതിനു മുമ്പ് അത്തരത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഈ റിസീവ് എന്താണ് മറുപടി നൽകേണ്ടത് എന്നുള്ള മെസ്സേജ് പോലും ചെവിട്ടിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്. അതായത് ഇതൊക്കെയാണോ മോഡിയും അതോടൊപ്പം തന്നെ ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഇത്തരം സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിപ്പിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, മുംബൈക്കാർക്ക് ഏറ്റവും കൂടുതൽ മുംബൈക്ക് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ച ആ ഭീകരനെ വിട്ടു നൽകാൻ വേണ്ടിയിട്ട് ട്രംപ് തയ്യാറായി. അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഗുണങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചിട്ടു. പ്രധാനമായിട്ടും US മറ്റ് പല ലോകരാജ്യങ്ങളോടും ഇഴഞ്ഞു നിൽക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് അത്തരത്തിലൊരു ഒരു പ്രശ്നമില്ല എന്ന് മോദിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ ചെവിയിൽ ഇത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന് പറയുന്നത് നമുക്കൊന്നും ആ 7 അയലത്തെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അത്രത്തോളം സുരക്ഷയാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത്. കാരണം തീവ്രവാദികളെ എതിർക്കുന്നത് കൊണ്ട് ഏത് സമയത്തും അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ഭയം സുരക്ഷാ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തെ അത്രത്തോളം സുരക്ഷാ വലയത്തിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രധാനമന്ത്രി ചെവിയിലൂടെ സംസാരിക്കുന്നതൊക്കെ ഇവർക്ക് എങ്ങനെ, ഈ സുഡാപ്പി ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്ന ഈ ജിഹാദികൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഒരുപക്ഷെ ഇവർക്ക് വല്ല രഹസ്യം അറിയാതിരിക്കാം, അല്ലെ മറ്റേ കബഡി നിരത്തുമായിരിക്കും ഇരുന്ന്. എന്തായാലും ഇവർക്ക് കബഡിയല്ലല്ലോ, മറ്റേ വേറെ എന്തോ ഇതുണ്ടല്ലോ, ജിന്നു വേറെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അതുവഴി ഇങ്ങനെ ഓതുമ്പോ അറിയാൻ കഴിയുമായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും ഈ സുഡാപ്പി ചാനലുകളുടെ ഒക്കെ ഭാവി എന്താണ് എന്ന് മോദി ഇപ്പൊ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ ഇവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹിക്കുന്നില്ല. മോദി പോകുന്നു, ട്രംപ് കെട്ടിപ്പിടിക്കുന്നു, ഇലോൺ മസ്കിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത തവണയും മോദി വരുമോ എന്നുള്ള ഭയം ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ചർച്ചയിൽ പാർത്ഥൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ്സുകാരനോ CPM-കാരനോ പിന്നെ BJP-കാരനോ ആയാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ബഹുമാനിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ബഹുമാനിക്കുന്നതോട് ഒപ്പം ഇന്ത്യ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുടെ അടുത്ത് പോയി തല ഉയർത്തി നിൽക്കുന്നു എങ്കിൽ, നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത്രത്തോളം സ്വീകരണം കൊടുക്കുന്നുവെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട നിമിഷമാണ്. അവിടെ ഇരുന്ന് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പണ്ടൊരു മികച്ച വലിയൊരു മാധ്യമപ്രവർത്തകൻ എന്നൊക്കെ ആളുകൾ പറയുന്നൊരു മാധ്യമപ്രവർത്തകർ ഒരു ചാനലിലിരുന്ന് പറഞ്ഞതാണ്, SDPI ഇവിടെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നു, അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ അതേക്കുറിച്ച് വിളിച്ചു പറയാത്തത് RSS വളരുമോ എന്ന ഭയം കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ മാധ്യമപ്രവർത്തകർ മാധ്യമലോകം വാഴുന്ന കേരളത്തിൽ ഇതിനപ്പുറവും മോദിയെക്കുറിച്ച് പറയുമെന്നുള്ളതിൽ എന്തായാലും ശശി തരൂര് BJP-യിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉയർന്നു കേൾക്കുകയാണ്. പല രീതിയിൽ മോദിയുടെ സന്ദർശനത്തെ അദ്ദേഹം വാഴ്ത്തുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. ഒരു കാര്യം കൂടി, F-35 വിമാനം വാങ്ങാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വലിയ നല്ല കാര്യങ്ങളാണെന്ന് കൂടി ശശി തരൂരിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.